ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ അല്ലൂസ് ഫ്ലേവർ ഹബ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പമാണ്. എല്ലാവർക്കും പാലപ്പം ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ പലരും ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ നല്ല ഹോൾസൊക്കെ ആയിട്ട് നല്ല മയമുള്ള പാലപ്പം, അതേസമയം നല്ല സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. അപ്പോൾ ഇതുപോലുള്ള പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ 1/2 കിലോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്കൊരു 5 മണിക്കൂർ നേരം ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇവിടെ ഞാനൊരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് അളവിൽ ഈസ്റ്റ് ഇടാം. വെള്ളം അല്പം ചൂടുവെള്ളമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇടാം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് ഇടുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി നമുക്ക് മൂടി വെക്കാം. 4 മണിക്കൂർ കഴിഞ്ഞു. അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പകുതി മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മുടെ സാധാരണ ചോറ്, ഉണക്കലരിയുടെ ചോറ്, അത് 2 ടീസ്പൂൺ ഇപ്പോൾ ഇടാം. ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം അരയ്ക്കുമ്പോൾ, അടുത്ത ബാച്ചിൽ അരയ്ക്കുമ്പോൾ ഇതുകൂടി ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങാ വെള്ളം പഞ്ചസാര ഇട്ട് വെച്ചിരുന്നത് കൂടി ചേർക്കാം. പിന്നെ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ബാക്കി അടുത്ത ബാച്ചിൽ ഇട്ട് അരയ്ക്കാം. ഞാൻ നല്ല മയത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ അടുത്ത ബാച്ച് അരയ്ക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള ചോറ് കൂടി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ബാക്കി വരുന്ന തേങ്ങ കൂടി ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ വലിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരുന്നത്. ഈസ്റ്റ് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടുത്ത ബാച്ചും നമ്മളിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആ നേരത്തെ മാവ് ഒഴിച്ചിരുന്ന ആ ബൗളിലേക്ക് മാറ്റാം. ബാക്കി വന്ന ഈസ്റ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി പതപ്പിച്ചെടുക്കണം. നന്നായി ഇളക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 10 മണിക്കൂർ നേരം ഒന്ന് പുളിക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായി അടച്ച് വെക്കണം. ഇപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ മൂടി ഒന്ന് മാറ്റി നോക്കാം. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി നോക്കാം. നന്നായി ഇളക്കി എടുത്തതിന് ശേഷം വെള്ളം കുറവാണോ എന്ന് നോക്കണം. വെള്ളം കുറവാണെങ്കിൽ തേങ്ങാപ്പാലോ അഥവാ തേങ്ങാ വെള്ളമോ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇതിപ്പം കറക്റ്റ് വെള്ളമാണ്. ഇനി ഇത് നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയി ചുട്ടെടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു പാലപ്പ ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിക്കാം. ഒന്ന് ചുറ്റിച്ചെടുക്കാം.
ഇനി നമുക്ക് അടച്ചു വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിരുന്ന് ഒന്ന് കുക്കായി വരട്ടെ. അടപ്പൊന്ന് മാറ്റി നോക്കി ദേ ഹോൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ ഇതൊന്ന് വിടുവിച്ച് എടുക്കാം. ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നിറയെ ഹോൾസൊക്കെ വന്ന് അതിമനോഹരമായിരിക്കുന്നു. പാലപ്പം ഉണ്ടാക്കാൻ ഇത്രയും എളുപ്പമാണ്. ഞാനിവിടെ മാവിനകത്ത് ഉപ്പ് ചേർത്ത കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതും കൂടി ഇപ്പോൾ ഒന്ന് പറയുകയാണ്. എല്ലാ പാലപ്പവും ഇതുപോലെ തന്നെ നിറയെ ഹോൾസായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. പഞ്ചസാര കൂടുതൽ ചേർത്താൽ കൂടുതൽ ബ്രൗൺ ആകും. അപ്പോൾ ഇത് എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതേസമയം ഇത് ക്രിസ്പിയുമാണ്. അപ്പം ഇത് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടമാകും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.